ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു ചോളപ്പാടമാണ് കാണിക്കുന്നത്. അതിന് നടുവിലൂടെയുള്ള റോഡിലെ ഒരു കറുത്ത SUV പോകുന്നുണ്ട്. അതിലൊരു 5 സുഹൃത്തുക്കള്. ഈ മുന്നിലിരിക്കുന്ന 2 പേര് ക്രിസ്, ജോണി, അതേപോലെ തന്നെ പുറകിലും 3 പേരുണ്ട്. ഒന്ന് സ്കോട്ട്, പിന്നെ ബ്രയാൻ, നാറ്റ്ലി. അപ്പൊ ഇവരായാലും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാക്ക ഈ ഒരു കാറിന്റെ മുന്നിലേക്ക് വന്ന് ഇടിച്ച് അത് ചാവുന്നതും പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ചുപോയി. ഈ ഒരു വണ്ടിയുടെ നിയന്ത്രണം വിട്ട് അത് ഈ ഒരു ചോളപ്പാടത്തിന്റെ സൈഡിലേക്ക് ഇടിച്ചങ്ങിറങ്ങും. അങ്ങനെ ആ ഒരു ഇടിയിൽ എല്ലാവരുടെയും ബോധം നഷ്ടപ്പെട്ട് കുറെ നേരം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ കൂടെയുള്ള ജോണി എന്ന് പറഞ്ഞ ആ ഒരുത്തിനെ മാത്രം കാണുന്നില്ല. സ്കോട്ട് ആണെങ്കിലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവന്റെ ഫോൺ എടുത്ത് അതിൽ സിഗ്നൽ ഉണ്ടോ ഇല്ലയെന്ന് നോക്കുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ്, സിഗ്നൽ ഇല്ല. അപ്പോഴേക്കും നമ്മുടെ ബ്രയാൻ ആണെങ്കിലോ ആ ഒരു ചോളപ്പാടത്തിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ വഴി പോലെ ആരോ കയറി പോയതുപോലെ. അപ്പോൾ ബ്രയാൻ പറയും ഒരുപക്ഷെ ജോണി ഇതിനുള്ളിലേക്ക് കയറി പോയിരിക്കാം, നമുക്ക് എന്തായാലും അവിടേക്ക് പോയി നോക്കാം. അതിനു മുന്നേ നട്ടാലിയോട് പറയും നീ എന്തായാലും കാറിൽ തന്നെ പോയിരിക്കെ, ഞങ്ങൾ പോയി നോക്കാന്ന് പറയുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ സ്കോട്ട് അവിടെ നിന്നുകൊണ്ട് കുറച്ച് ദൂരെയായിട്ടൊരു പഴയ വീട് ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണ്, ജോണി എന്തായാലും ആ ഒരു വീട്ടിലേക്ക് തന്നെയായിരിക്കും പോയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രയാനും സ്കോട്ടും ഇവർ രണ്ടുപേരും ആ ഒരു ചോളത്തിനുള്ളിലൂടെ ഈ ഒരു വീട് ലക്ഷ്യമാക്കി നടന്നു പോവാണ്. ഇവിടെ വണ്ടിയിലാണെങ്കിലോ ക്രിസും നറ്റാലിയും മാത്രം. എന്നിട്ട് അവർ രണ്ടുപേരും സിഗരറ്റ് എല്ലാം വലിച്ച് ഓരോ കാര്യങ്ങളും സംസാരിച്ചിരിക്കുമ്പോൾ ഇവിടെ സ്കോട്ടും ബ്രയാനും നടന്നു പോയല്ലേ. പക്ഷെ നമ്മുടെ സ്കോട്ടിനെ ബ്രയാന്റെ കൂടെ നടന്നു ചെല്ലാനായിട്ട് കഴിയുന്നില്ല, അവൻ നല്ലതുപോലെ ക്ഷീണിച്ചു നിൽക്കാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്നിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു വീട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോ ബ്രയാൻ പറയും ഒരുപക്ഷെ നമ്മൾ തെറ്റായിട്ടുള്ള വഴിയാണെങ്കിലോ പോകുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഒരു പഴയ മെയിൽ ബോക്സ് കാണുന്നുണ്ട്. കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു ചോളപ്പാടത്തിന്റെ നടുവിലായിട്ട് കിടക്കുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ സ്കോട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ ഒരു ചോളപ്പാടത്തിനുള്ളിലെ ഇവർ നടന്നു വന്ന വഴിയെ ഒരുപാട് മൃഗങ്ങൾ ചത്തു കിടപ്പുണ്ട്. അതേസമയം നമ്മുടെ ബ്രയാൻ ആണെങ്കിലോ ആ ഒരു വണ്ടി മുഴുവനായിട്ട് പരിശോധിച്ച് നോക്കുന്നു. ആ ഒരു സമയത്താണ് സ്കോട്ട് പെട്ടെന്ന് ബ്രയാനെ വിളിച്ച് ഇവിടേക്ക് വാന്ന് പറഞ്ഞിട്ട് ഒരു സ്കെയർ ക്രൗ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതെന്താണെന്ന് നമുക്കറിയാം, ഇതിനെ പറ്റിയുള്ള ഒരു മൂവി ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ഒരു മൂവി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഇപ്പോൾ തന്നെ അതിന്റെ ലിങ്ക് വരും, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അങ്ങനെ സ്കോട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ഒരു സ്കെയർ ക്രൗ ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് വലിഞ്ഞിങ്ങനെ കയറുകയാണ്. അങ്ങനെ കയറുമ്പോഴത്തേക്കും നല്ല സ്മെല്ലുണ്ട്. എന്നിരുന്നാലും അവൻ അതിന് മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു വീട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർ നിൽക്കുന്നതിന് കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് ആ ഒരു വീടുള്ളത്. അതുമല്ല ആ ഒരു വീട്ടിലെ ഒരു റൂമിൽ മാത്രം ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനകത്ത് ആളുണ്ടെന്ന് മനസ്സിലാക്കി ഇവർ അങ്ങോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഇവിടെ ആ ഒരു വണ്ടിയുടെ അടുത്ത് നറ്റാലി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ക്രിസ് ഈ ഒരു വണ്ടിക്കകത്ത് നിന്നും ഒരു ടോർച്ച് ലൈറ്റ് എടുക്കുന്നു. അപ്പോഴേക്കാണ് നറ്റാലി അവിടെയുള്ള ഒരു ബോർഡ് ഇങ്ങനെ കാണുന്നുണ്ട്. അവൾ ആ ഒരു ബോർഡ് വായിക്കുന്ന സമയത്ത് ഈ ഒരു ചോളപ്പാടത്തിനകത്ത് ഏതോ ഒരു ചെറിയ പയ്യൻ അവളിങ്ങനെ നോക്കുന്നത് പോലെ അവൾ നോക്കുമ്പോൾ ആ ഒരു പയ്യൻ ഉള്ളിലേക്ക് കയറിപ്പോവും. ഇവിടെ ബ്രയാനും സ്കോട്ടും ഇവർ ആ ഒരു വീടിന്റെ അടുത്തേക്ക് എത്തി. വീടിനടുത്തെത്തിയിട്ട് ഡോർ തുറക്കാന്ന് വിചാരിക്കുമ്പോൾ ഡോർ ആൾറെഡി തുറന്നു കിടക്കാണ്. രണ്ടുപേരും അകത്തേക്ക് കയറി നോക്കുമ്പോൾ അതിനകത്ത് ആരെയും കാണുന്നില്ല. അപ്പൊ ഇതെന്തായാലും ആൾതാമസം ഇല്ലാത്തൊരു വീടാണ്. അതുമല്ല ഇപ്പൊ മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതേസമയം തന്നെ സൂര്യനും പതി അസ്തമിക്കാൻ തുടങ്ങി. ഇവിടെ നറ്റാലി ആണെങ്കിലേ ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ ഇങ്ങോട്ട് പോയെന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ചോളപ്പാടത്തിന്റെ വെളിയിൽ നിന്നും ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ അവനെ കാണുന്നില്ല. അപ്പോഴാണ് അവൾ നോക്കുമ്പോഴത്തേക്കും താഴെ ഒരു സ്കെയർ ക്രൗ ഇങ്ങനെ കിടക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി നേരെ അവൾ അടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ ആ ഒരു മാസ്ക് ഉണ്ടല്ലോ അതെടുത്ത് മാറ്റി നോക്കുന്നതും വേറൊന്നുമല്ല, അതിനകത്തൊരു മനുഷ്യന്റെ പല്ല് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇത് ജീവനുള്ളൊരു മനുഷ്യനാണോ എന്നുള്ള രീതിയിൽ അവൾ പേടിച്ചു നിൽക്കുന്നത്. ക്രിസ് പെട്ടെന്ന് അവിടേക്ക് വന്ന് കാര്യം ചോദിക്കുമ്പോൾ അവൾ ഈ ഒരു കാര്യം പറയുന്നു. അതുമല്ല ഇങ്ങനൊരു കാര്യം കണ്ടതുകൊണ്ട് തന്നെ നറ്റാലിക്ക് നല്ല പേടിയായിട്ട് ബ്രയാന്റെ അടുത്തേക്ക് പോവാം എന്നും പറഞ്ഞ് അവള് നേരെ ഈ ഒരു ചോളപ്പാടത്തിനുള്ളിലേക്ക് ഓടി കയറുകയാണ്. പുറകെ തന്നെ നമ്മുടെ ക്രിസ് ആ ഒരു ടോർച്ച് ലൈറ്റ് കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ബ്രയാനും സ്കോട്ടും ഇപ്പൊ ആ ഒരു വീടിന്റെ മുകളിലേക്ക് കയറിയിട്ട് ആ ശബ്ദം കേൾക്കുന്ന മുറിയുണ്ടല്ലോ അതിന്റെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള ചുമരില് മുഴുവനായിട്ടും രക്തമുണ്ട്. അതേപോലെ തന്നെ അവിടെ ആരോ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ തയ്യൽ മെഷീൻ അടിക്കുകയാണ്. അത് വേറെ ആരുമല്ല, ഇവരോടൊപ്പം വന്നിരുന്ന കാണാതായിട്ടുള്ള ജോണിയാണ്. അതുമല്ല ഒരു പ്രത്യേക രീതിയിൽ ഇരുന്നിട്ടാണ് അവൻ ആ ഒരു മെഷീൻ ചവിട്ടുന്നത് തന്നെ. അങ്ങനെ ഇവരായാലും പതിയെ അവന്റെ മുന്നിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ തയ്ക്കുന്നത് ഒരു മുഖം മൂടിയാണ്. അതുമല്ല അവന്റെ കൈയാണെങ്കിലോ ആ ഒരു സൂചിക്ക് നടുവിലേക്ക് വെച്ച് കുത്തി ആ ഒരു കൈ മുഴുവനായിട്ട് അവൻ മുറിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവന് വേദനയോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. അവനെ കാണുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അവനൊരു സോംബിയെ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും വന്നിട്ട് ജോണിയെ വിളിക്കുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ആ ഒരു തയ്യൽ നിർത്തി ആ ഒരു മാസ്ക് എടുത്ത് അതിലേക്ക് നോക്കുന്നതും പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, അവൻ നേരെ താഴേക്കൊന്ന് വീഴാണ്. അതേസമയം തന്നെ ആ ഒരു മുറിയിലെ ലൈറ്റുകളും ഓഫ് ആവുന്നുണ്ട്. ഇവിടെ നറ്റാലിയെ കാണിക്കുമ്പോൾ ആ ഒരു ചോളത്തിനുള്ളിലൂടെ ഒരുപാട് ദൂരം നടന്ന് അവസാനം അവളും ആ ഒരു കേടായിട്ടുള്ള കാറുണ്ടല്ലോ ആ ഒരു സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ ആ ഒരു കാറിനടുത്ത് നിൽക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അടുത്തോടെ എന്തോ ഒന്നിങ്ങനെ പാസ് ചെയ്തു പോകും. അത് ഒരു തവണയല്ല 2-3 തവണ പോകുന്നതും അവളുടെ ശരീരത്തിലാണെങ്കിലോ നല്ല രീതിയിൽ മുറിവും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കാരണം നമ്മുടെ നറ്റാലി അലറി വിളിക്കുമ്പോഴത്തേക്കും ഈ ഒരു ശബ്ദം ക്രിസും അതേപോലെ തന്നെ ബ്രയാനും ഇത് കേട്ട് രണ്ടുപേരും ആ ഒരു വശത്തേക്ക് ഓടി വരികയാണ്.
ക്രിസ് ഈ ഒരു ചോളപ്പാടത്തിനുള്ളിലേക്ക് ആ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ നറ്റാലിയെ ഈ സ്കെയർ ക്രൗ ഉണ്ടല്ലോ അതുപോലെയുള്ള ഒരാള് വലിച്ചെടുത്തോണ്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ ക്രിസ് അവളുടെ പുറകെ തന്നെ ഇങ്ങനെ ഓടുമ്പോഴത്തേക്കും പെട്ടെന്ന് രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. അത് ബ്രയാനും ക്രിസും ആയിരുന്നു. പക്ഷെ ഈ ഒരു സമയം കൊണ്ട് തന്നെ സൂര്യൻ ഏകദേശം അസ്തമിച്ച് ഇപ്പൊ നല്ല രീതിയിൽ ഇരുട്ടാവാൻ തുടങ്ങി. ഇവിടെ സ്കോട്ടാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതും അറിയാതെ ആ ഒരു വീടിന് മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് നേരം ഇവർ രണ്ടുപേരും തിരഞ്ഞ് അവസാനം നറ്റാലിയുടെ ശരീരം ഇവർ കണ്ടുപിടിക്കുന്നു. ഒരു കുരിശ് മരത്തില് കെട്ടിത്തൂക്കിയ അവസ്ഥയിലാണ് അവളുടെ ശരീരം ഇവർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ബ്രയാൻ ഓടി നറ്റാലിയുടെ അടുത്തേക്ക് ചെല്ലാണ്. കാരണം ഇവര് രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു. അതേസമയം അവളെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കയറാരോ വലിക്കുന്നത് പോലെ ക്രിസ് ആണെങ്കിലും ആ ഒരു കയറിന്റെ അറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലായിടത്തും ചുറ്റി നോക്കുന്നുണ്ടെങ്കിലും അതാരാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം തന്നെ പലയിടങ്ങളിൽ നിന്നും ആരോ ഇങ്ങനെ ഓടുന്നൊരു ശബ്ദം നമ്മുടെ ക്രിസിന് കേൾക്കുന്നുണ്ട്. ഇവിടെ ബ്രയാൻ നോക്കുമ്പോഴത്തേക്കാണ് നറ്റാലിയുടെ കണ്ണുകളുണ്ടല്ലോ അത് പെട്ടെന്ന് തിളങ്ങാൻ തുടങ്ങും. ആ ഒരു സമയത്തിന് നമ്മുടെ ക്രിസ് ഇവിടെയുള്ള ആ ഒരു കയറങ്ങ് കട്ട് ചെയ്ത് വിടും. എന്നിട്ട് ക്രിസ് നല്ലതുപോലെ പേടിച്ച് അവിടെ നിന്ന് ഓടി ആ ഒരു വീടുള്ള സ്ഥലം ഉണ്ടല്ലോ സ്കോട്ട് നിൽക്കുന്ന അവിടേക്ക് വന്നിട്ട് സ്കോട്ടിനോട് പറയും ആരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ബ്രയാൻ നറ്റാലിയുടെ ശരീരം എടുത്തിട്ട് അവനിങ്ങനെ ഓടി വരികയാണ്. കുറേ ദൂരം ഓടി വന്ന് ഒരിടത്ത് ക്ഷീണിച്ചിരിക്കുമ്പോഴത്തേക്കും നറ്റാലിയുടെ കാലിൽ ആ ഒരു കയറ് ബാക്കിയുണ്ടായിരുന്നു. അതാരോ പിടിച്ച് വലിച്ച് നറ്റാലിയെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ബ്രയാനായാലും പുറകെ തന്നെ പോയിട്ട് അവസാനം അതൊരു സ്കെയർ ക്രൗ ആയിരുന്നു. അതിനെ അങ്ങ് പിടിക്കും. അതിനെ പിടിച്ചിടിച്ച് താഴെ കേട്ടിട്ട് അതിനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് അനങ്ങുന്നത് പോലുമില്ല, ചത്തതുപോലെ ഇങ്ങനെ കിടക്കാണ്. പെട്ടെന്ന് മറ്റൊരു വശത്ത് നിന്നും അടുത്തൊരു സ്കെയർ ക്രൗ അവനെ ഇടിച്ചങ്ങ് കളഞ്ഞിട്ട് പെട്ടെന്ന് ബ്രയാന്റെ മുന്നിലേക്ക് വന്ന് അവനെ പിടിച്ചു വെച്ചിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ നറ്റാലിയുടെ ശരീരം വീണ്ടും വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കും തന്നെ നമ്മുടെ ബ്രയാൻ ആ ഒരു ചോളപ്പാടത്ത് നിന്നും ഓടി ഈ ഒരു വീടുണ്ടല്ലോ അവിടേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ തോളിൽ എന്തോ ഇങ്ങനെ തറച്ചിരിപ്പുണ്ട്. അതുമല്ല നറ്റാലിയുടെ ശരീരം ആരോ കൊണ്ടുപോയെന്നുള്ള കാര്യവും അവൻ ഇവരോട് പറയും. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതേ സമയം ഒരു സ്കെയർ ക്രൗ ആ ഒരു ചോളക്കാട്ടിൽ നിന്ന് വെള്ളിലേക്ക് ഇറങ്ങി വരാൻ നോക്കുന്നു. പക്ഷേ ആ ഒരു കാട് വിട്ട് അതൊരിക്കലും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ഇവര് മൂന്നുപേരും നേരെ ആ ഒരു വീടിനകത്തേക്ക് കയറിയിട്ട് അതിനെ അവിടെ ജോണി ഉണ്ടായിരുന്ന ആ ഒരു മുറിയുണ്ടല്ലോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ജോണി അവിടെ കാണുന്നില്ല. അപ്പോഴാണ് ക്രിസ് പറയുന്നത് ആ ഒരു ചോളപ്പാടം മുഴുവനായിട്ടും നമ്മളെ ചുറ്റി വളഞ്ഞ് നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പൊ സ്കോട്ട് പറയുന്നുണ്ട് ഇല്ല നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവാന്ന് പറയുമ്പോൾ ക്രിസ് അതൊരിക്കലും സാധ്യമല്ല എന്ന് പറയും. അതുമല്ല നമ്മുടെ ബ്രയാൻ ആണെങ്കിലോ നറ്റാലിയെ എങ്ങനെയും രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ക്രിസിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ടോർച്ച് വാങ്ങി ഇപ്പൊ സ്കോട്ടും ബ്രയാനും ആ ഒരു ചോളപ്പാടത്തിന്റെ സൈഡിലൂടെ നടന്നു പോവാണ്. ഉള്ളിലാണെങ്കിലോ പലയിടങ്ങളിലായിട്ട് ഈ ഒരു സ്കെയർ ക്രൗ അതിനെ നാട്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ ക്രിസ് ആണെങ്കിൽ ആ ഒരു വീടിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോഴേക്കാണ് ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്നവരുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ഒരു പഴയ ഫോൺ എടുത്ത് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വർക്ക് ആവുന്നില്ല. ഇവിടെ വെളിയിലാണെങ്കിലോ ബ്രയാനും സ്കോട്ടും കൂടി ചേർന്നിട്ട് ഇവിടെയുള്ള പഴയ വണ്ടികളൊക്കെ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുമ്പോഴത്തേക്കും പലതും കേടായി കിടക്കാണ്. കാരണം ഒരുപാട് കാലം പഴക്കമുള്ളത്. ചിലതിന്റെയൊക്കെ ചില്ലെല്ലാം പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും മറ്റൊരു മെയിൻറ്റെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഒരു വണ്ടി കണ്ടുപിടിക്കുന്നത്. പക്ഷേ അതിനകത്ത് കീ ഇല്ല. ഓക്കെ, അത് അടുത്തുള്ളൊരു ഗ്യാരേജിനകത്തേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബുള്ളറ്റുകൾ നമ്മുടെ ബ്രയാൻ കണ്ടുപിടിക്കും. അതേസമയം സ്കോട്ടാണെങ്കിലോ അടുത്തായിട്ട് ഒരു സ്കെയർ ക്രൗ അതെവിടെ ഇങ്ങനെ കിടക്കുന്നത് പോലെ സ്കോട്ടായാലും പതിയെ അതിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പെട്ടെന്ന് അത് നമ്മുടെ സ്കോട്ടിനെ ചുറ്റി അങ്ങ് പിടിക്കുന്നതും ബ്രയാനാണ് വന്ന് അവനെ രക്ഷിക്കുന്നത്. പക്ഷേ ബ്രയാൻ നോക്കുമ്പോഴത്തേക്കും അത് ഇവനെ അറ്റാക്ക് ചെയ്തതുപോലെ ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോ സ്കോട്ടിന് തോന്നിയതാണോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ സ്കോട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് അവൻ എന്തോ ഒരു കാര്യം കാണുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഫാമിലി ജീവിച്ചിരുന്ന ഒരച്ഛനും മകനും. അതിൽ ആ ഒരു മകനോട് ആ അച്ഛൻ പറയുന്നുണ്ട് അവിടെയുള്ളൊരു പന്നിയെ കൊല്ലാനായിട്ട്. അവനായാലും അതുപോലെ തന്നെ ആ ഒരു പന്നിയെ കഴുത്തറുത്ത് കൊല്ലുന്നു. പക്ഷേ ആ ഒരു ഫാദർ ഉണ്ടല്ലോ അയാൾ ഇപ്പോൾ മറ്റൊരു വശത്തേക്ക് ദേഷ്യപ്പെട്ട് വന്ന് ഒരു പയ്യനെ വഴക്ക് പറയുന്നു. അത് വേറെ ആരുമല്ല, ഇയാളുടെ രണ്ടാമത്തെ മകനാണ്. അവനാണെങ്കിൽ ഈ ഒരു പന്നിയെ കൊല്ലാനെല്ലാം പേടിയാണ്. അതുകൊണ്ടാണ് അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറയുന്നത്. അപ്പൊ ഇവിടെ നടന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്കോട്ട് ഇപ്പോൾ കാണുന്നത്. അതേസമയം ഇവിടെ അകത്ത് നമ്മുടെ ക്രിസ് റൂമിൽ നിൽക്കുമ്പോൾ അവന് കുറച്ച് കീ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതിങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു റൂമിന് വെളിയിലായിട്ട് ആരോ ഒരാൾ അവനെ ഇങ്ങനെ നോക്കുന്നു. ഇത് കണ്ട നമ്മുടെ ക്രിസ് ആയാലും പെട്ടെന്ന് പേടിച്ചിട്ട് തന്റെ കയ്യിലുള്ള ആ ഒരു കത്തിയും വെച്ച് ആ ഒരു റൂം മുഴുവനായിട്ട് ഇങ്ങനെ നിൽക്കാണ് നോക്കി. അങ്ങനെ ഇവനായാലും പേടിച്ചിട്ട് നേരെ അടുത്തുള്ള റൂമിനകത്തേക്ക് ആ ഒരു തയ്യൽ മെഷീൻ ഇരിക്കുന്ന മുറി ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറി ഡോർ അങ്ങടച്ച് തന്റെ കയ്യിലുള്ള ആ ഒരു ലൈറ്റർ വെച്ചിട്ട് പേടിച്ചിങ്ങനെ നിൽക്കാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിനകത്തുള്ള ലൈറ്റ് എല്ലാം അങ്ങ് കത്തുന്നു. അപ്പൊ ഇവനായാലും പേടിച്ചിട്ട് ആ ഒരു ലൈറ്റർ അങ്ങ് താഴെ വീണ് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു വീടിനകത്തേക്ക് ആരോ ഒരാൾ കയറി വരുന്നത് പോലെ. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ക്രിസ് നിൽക്കുന്ന ആ ഒരു റൂമിന്റെ ഡോർ തുറക്കുന്നു. ക്രിസ് പേടിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ ശരീരം മുഴുവൻ രക്തമായിട്ട് നറ്റാലി അവിടെ ആരോ കൺട്രോൾ ചെയ്തതുപോലെ അതിനകത്തേക്ക് വന്നിട്ട് ആ ഒരു തയ്യൽ മെഷീൻ എടുത്ത് ആ ഒരു സ്കെയർ ക്രൗവിന്റെ മാസ്ക് അവളിങ്ങനെ അടിക്കുകയാണ്. ക്രിസ് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡോറും തുറക്കാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ വെളിയിൽ നമ്മുടെ സ്കോട്ടും ബ്രയാനും ഈ ഒരു വീടിന് വെളിയിൽ വന്നിട്ട് മുകളിലെ നമ്മുടെ ക്രിസ് കരയുന്ന ശബ്ദം കേട്ട് ഓടി മുകളിലേക്ക് വന്ന് ആ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല. അകത്താണെങ്കിലോ നറ്റാലി ആ ഒരു മെഷീന്റെ മുകളിലേക്ക് അവളുടെ കൈ വെച്ച് വിരലിലേക്ക്
ഒരാണിയെടുത്ത് അടിച്ചങ്ങ് തറയ്ക്കാണ്. അപ്പോൾ വെളിയിലാണെങ്കിൽ നമ്മുടെ ബ്രയാൻ ഈ ഒരു ഡോർ ഇടിച്ച് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് കഴിയാത്തത് കൊണ്ട് പെട്ടെന്ന് താഴേക്ക് വന്ന് ക്രിസിനോട് വിളിച്ചു പറയും. ക്രിസ് അവിടെയുള്ള ആ ഒരു ജനാല തുറന്ന് വെളിയിലേക്ക് വരാൻ പറയുമ്പോൾ ക്രിസ് ആയാലും അതുപോലെ തന്നെ ആ ഒരു ജനാല തുറന്ന് വെളിയിലേക്ക് ഇങ്ങനെ വന്നിട്ടാണ് ഉള്ളിലിരിക്കുന്ന നറ്റാലി ഇങ്ങനെ നോക്കും. അവളാണെങ്കിൽ പെട്ടെന്ന് ക്രിസിനെ നോക്കുമ്പോൾ ആ ഒരു ജനാല താഴേക്ക് വന്ന് വീണ് അവന്റെ കൈ നല്ലതുപോലെ അടിച്ചിട്ട് അവൻ നേരെ ഉരുണ്ട് താഴേക്ക് വന്ന് വീഴും. അതുപോലെ ആ ഒരു വീഴ്ചയിൽ അവന്റെ ബോധവും നഷ്ടപ്പെട്ടു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രയാൻ ഉണ്ടല്ലോ, അവൻ താഴെ നിന്ന് ഒരു കോടാലി എടുത്ത് ഈ ഒരു റൂമും വെട്ടിപ്പൊളിച്ച് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ നറ്റാലിയെ എവിടെയും കാണാനില്ല. ദേഷ്യം കാരണം അവിടെയുള്ള എല്ലാം ചവിട്ടിങ്ങ് നശിപ്പിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്രിസിന് ബോധം വന്നു. കണ്ണുറന്ന് നോക്കുമ്പോൾ സ്കോട്ടും ബ്രയാനും അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ബ്രയാൻ നറ്റാലിയെ പറ്റി ചോദിക്കുമ്പോൾ ക്രിസ് പറയും അവൾ ഇതിനു മുന്നേ തന്നെ മരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ബ്രയാൻ അത് വിശ്വസിക്കുന്നില്ല. അതുപോലെ ക്രിസിന്റെ കയ്യിലാണെങ്കിൽ വെളിയിലെടുക്കുന്ന ആ ഒരു വണ്ടിയുടെ കീ കൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാന്ന് പറയുമ്പോൾ ബ്രയാൻ പറയും നറ്റാലി ഇല്ലാതെ ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറയുമ്പോൾ സ്കോട്ടാണ് ഇതിന് നടുവിൽ നിന്ന് ഇവരെ സമാധാനപ്പെടുത്താൻ കഴിയാതെ നിൽക്കുന്നത്. അങ്ങനെ സ്കോട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു ചോളത്തിനുള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ അവ നേരത്തെ കണ്ടല്ലോ 2 സഹോദരങ്ങളുടെ കാര്യം. അതിൽ ആ ഒരു സഹോദരൻ ആ ഒരു ചോളപ്പാടത്തിന് വെളിയിൽ നിന്നിട്ട് സ്കോട്ടിനെ ഇങ്ങനെ വിളിക്കുന്നത് പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്കോട്ട് അവന്റെ പുറകെ പോകുന്നത് പോലെ സ്കോട്ടിന് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നമ്മുടെ സ്കോട്ട് കാണുന്ന കാര്യം വേറെ ഒന്നുമല്ല, ആ ഒരു പയ്യൻ അവന്റെ സഹോദരനുണ്ടല്ലോ അവൻ ഈ ഒരു ചോളപ്പാടത്തിന് നടുവിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം സഹോദരനെ തന്നെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അത് ഒരുപാട് തവണ കുത്തിയിട്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും സ്കോട്ട് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവൻ ഇപ്പൊ ഈ ഒരു ചോളപ്പാടത്തിന് നടുവിലാണ് നിൽക്കുന്നത്. അതുമല്ല അവന്റെ കാലില് ഒരു കയറും ചുറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് അവനെ വലിച്ച് അടുത്തുള്ള ആ ഒരു കുരിശു മരത്തിലേക്ക് തല കീഴായിട്ട് വലിച്ചു തൂക്കുന്നതും സ്കോട്ട് ഇപ്പോൾ പേടിച്ച് അലറി വിളിക്കാൻ തുടങ്ങും. നമ്മുടെ ബ്രയാനെയും ക്രിസിനെ ഇങ്ങനെ വിളിക്കാണ്. ആ ഒരു സമയം തന്നെ ആ ഒരു സ്കെയർ ക്രൗ പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു വന്ന് അതിന്റെ നഖം വെച്ച് മുഖത്തേക്ക് നല്ല മുറിവെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ബ്രയാൻ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് ആ ഒരു സ്കെയർ ക്രൗ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് സ്കോട്ടിനെ എടുത്ത് വീണ്ടും ഈ ഒരു വീടിനടുത്തേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഇവനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബ്രയാൻ ബാൻഡേജ് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ സ്കോട്ട് കണ്ട ആ ഒരു കാര്യം നമ്മുടെ ക്രിസിനോട് പറയുന്നുണ്ട്. പക്ഷെ ക്രിസ് അത് വിശ്വസിക്കുന്നില്ല. ക്രിസ് ഇപ്പോ സ്കോട്ടിനെ തന്റെ കൂടെ വിളിക്കാണ് രക്ഷപ്പെട്ട് പോവാന്നും പറഞ്ഞ്. പക്ഷെ സ്കോട്ട് പറയും ഇല്ല ഞാൻ ബ്രയാനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ സ്കോട്ടും ബ്രയാനും കൂടി ഈ ഒരു വീടിനകത്ത് പോയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സ്കോട്ടിന് മുന്നിൽ ആ ഒരു സഹോദരൻ പയ്യൻ വന്നിങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട് പേടിക്കുമ്പോൾ ബ്രയാനാണ് അവനെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ഇവർ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു ശവശരീരം. അതിന്റെ കയ്യിലാണെങ്കിൽ വലിയൊരു തോക്കുണ്ട്. ഈ ഒരു തോക്ക് നമ്മുടെ ബ്രയാൻ അങ്ങ് എടുക്കും. ഇതിന്റെ ബുള്ളറ്റ് ആണെങ്കിൽ അവൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു. വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ് ആ ഒരു വണ്ടി ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറി അതിന്റെ കീ ഇട്ട് ഈ വയറെല്ലാം എങ്ങനെയോ കണക്ട് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ചോളപ്പാടത്തിനകത്തൂടെ നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചു പോവാണ്. അപ്പൊ തന്നെ ഈ ഒരു ശബ്ദം നമ്മുടെ ബ്രയാനും സ്കോട്ടും കേൾക്കുന്നുണ്ട്. ബ്രയാൻ ആണെങ്കിൽ ഇപ്പൊ തന്റെ ആ ഒരു തോക്കില് ബുള്ളറ്റ് എല്ലാം ഇങ്ങനെ ലോഡ് ചെയ്യുന്നു. ക്രിസ് ആണെങ്കിൽ വണ്ടി ഓടിച്ചോടിച്ച അവസാനം ഈ ചോളപ്പാടത്തിന് നടുവിലുള്ള കുരിശു മരത്തിൽ കൊണ്ടുവന്ന ഒരു ഒറ്റയടി. അതുപോലെ ആ ഒരു മരത്തിൽ കെട്ടിയിരുന്ന സ്കെയർ ക്രൗ ആ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവനായാലും ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഡോർ തുറക്കാൻ കഴിയുന്നില്ല. പേടിച്ചിട്ട് ഒരു വശത്തേക്ക് ഇരിക്കുമ്പോൾ മറ്റൊരു വശത്ത് നിന്ന് ഒരു സ്കെയർ ക്രൗ നേരെ വന്ന് ക്രിസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ക്രിസ് ആണെങ്കിലോ തന്റെ കാലെല്ലാം ഉപയോഗിച്ച് ചവിട്ടി അതിനെ കളയുന്നതും ഈ വണ്ടിയുടെ മുന്നിൽ കിടക്കുന്നല്ലോ ആ ഒരു സ്കെയർ ക്രൗ ഇപ്പോ മുന്നിലത്തെ ആ ഒരു ഗ്ലാസ് എല്ലാം തകർത്ത് ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ക്രിസ് അതിന്റെ മാസ്ക് അങ്ങ് വലിച്ചു വരും. അപ്പോഴാണ് അത് അനങ്ങാതെ കിടക്കുന്നത്. ആ ഒരു സമയത്താണ് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, സ്റ്റാർട്ടിങ്ങിൽ കാണാതായിട്ടുള്ള ജോണി എന്ന് പറഞ്ഞ ആ ഒരുത്തനായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ബ്രയാൻ പെട്ടെന്ന് ഇവിടേക്ക് വന്നിട്ട് ആ ഡോർ തുറന്ന് ക്രിസിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. ക്രിസ് ആണെങ്കിൽ ഓടിപ്പോകുന്നതും ആ ഒരു തോക്കെടുത്ത് മറ്റൊരു വശത്തേക്ക് നീട്ടുമ്പോഴത്തേക്കാണ് വേറൊരു സ്കെയർ ക്രൗ കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ബ്രയാൻ വിചാരിക്കും അത് ചിലപ്പോൾ നറ്റാലി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതാണെങ്കിലോ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്ന് നമ്മുടെ ബ്രയാനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. അവൻ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ സ്കോട്ട് ആ വീടിന് വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ആ ഒരു കാര്യം കാണുന്നത്. ആ ഒരു സഹോദരനുണ്ടല്ലോ തന്റെ ജ്യേഷ്ഠനെ കൊന്നതിന് ശേഷം ഈ വീടിനകത്തേക്ക് കയറി വന്ന് ആ ഒരു തയ്യൽ മെഷീനിൽ ഒരു സ്കെയർ ക്രൗവിന്റെ മാസ്ക് അവനിങ്ങനെ ഉണ്ടാക്കാണ്. അപ്പോ ആ ഒരു പയ്യന്റെ അച്ഛൻ വന്നിട്ട് അലക്സിനെ പറ്റി, അലക്സാണ് ഇവന്റെ ജ്യേഷ്ഠൻ, അവനെ പറ്റി ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. കുറച്ചു കഴിഞ്ഞിട്ട് ആ ഒരു മാസ്കും കൊണ്ട് വീണ്ടും ഈ ഒരു ചോളപ്പാടത്തിന് നടുവിലേക്ക് വന്ന് ആ മാസ്ക് എടുത്ത് ആർക്കും ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു കുരിശു മരത്തിലെ അതിനെ കെട്ടിവെക്കുകയും ചെയ്യും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്കോട്ട് ഇവിടെ നിന്ന് കണ്ടതിനു ശേഷം മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്രിസ് പെട്ടെന്ന് ഓടി വന്നിട്ട് അതിനുള്ളിൽ നടന്ന കാര്യം എന്താണെന്ന് പറയും. അപ്പോഴേക്കാണ് നമ്മുടെ സ്കോട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ അവനിപ്പോ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങാണ്. ഈ ചോളപ്പാടത്തിനുള്ളിലെ ആരോ ഒരാൾ മരിച്ചിട്ടുണ്ട്, അയാളുടെ ആത്മാവാണ് ഇവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ക്രിസിനോട് പറയുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ ബ്രയാൻ ആ ഒരു സോംബി രൂപത്തിലെ, കാരണം അവനെയും ആ ഒരു പ്രേതം എന്തായാലും കൺട്രോൾ ചെയ്തു, അവനിപ്പോൾ നടന്ന് ആ ഒരു തയ്യൽ മെഷീനുള്ള മുറിയിലേക്ക് പോവാണ്. അപ്പോഴേക്കും സ്കോട്ട് അവിടെയുള്ള ആ ഒരു ഗ്യാരേജിലേക്ക് ചെന്നിട്ട് കുറെ പെട്രോള് മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട്. ക്രിസ് ആണെങ്കിലോ നേരെ മുകളിലേക്ക് ആ ഒരു തയ്യൽ മെഷീനുള്ള മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബ്രയാൻ അവിടെ ഇരുന്ന ആ ഒരു മാസ്ക് ഇങ്ങനെ തയ്ക്കാണ്. അതുമല്ല ബ്രയാന്റെ മുന്നിലായിട്ടാണ് ലൈറ്റർ കിടക്കുന്നത്. ആ ഒരു ലൈറ്റർ എടുക്കാനാണ് ക്രിസ് വന്നിട്ടുള്ളത്.
അങ്ങനെ പതിയെ വന്ന് കൈ എത്തിയ ആ ഒരു ലൈറ്റർ എടുക്കുമ്പോൾ ബ്രയാൻ പെട്ടെന്നൊരു നോട്ടം അങ്ങ് നോക്കും. ഈ ഒരു മെഷീൻ നിർത്തിയിട്ട് പേടിച്ചു അവൻ. എന്നിരുന്നാലും ആ ഒരു ലൈറ്ററും എടുത്തിട്ട് ക്രിസ് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്കോട്ട് ഇവിടെ വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. വേറെ ഒന്നുമല്ല, ഇവര് രണ്ടുപേരും ആ ഒരു പെട്രോളെല്ലാം ഈ ഒരു ചോളപ്പാടത്തിന് ചുറ്റിനായിട്ട് ഒഴിച്ച് അത് മുഴുവനായിട്ടും കത്തിക്കാൻ പോവാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും അവസാനം ക്രിസ് എടുത്തോണ്ട് വന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ അതിനടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വീടിനകത്ത് ബ്രയാൻ ആ ഒരു മാസ്ക് തയ്ച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ആ ഒരു വീട്ടിലെ ലൈറ്റ് അങ്ങ് ഓഫ് ആവുകയാണ്. എന്നിട്ട് മാസ്ക് കൊടുത്ത് അവൻ വെളിയിലേക്ക് വരുമ്പോൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു സ്കെയർ ക്രൗ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ് അതിനെ ഷൂട്ട് ചെയ്യും. എന്നിട്ട് നോക്കുമ്പോൾ വീണ്ടും ഒരു സ്കെയർ ക്രൗ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് വീടിനകത്തേക്ക് പോയിട്ടുള്ള ബ്രയാനാണ് അതെന്ന്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ശരിയാവത്തില്ല, രണ്ടു വഴിക്കായിട്ട് പോവാം, എന്നിട്ട് നമുക്ക് റോഡിൽ വെച്ച് കണ്ടുമുട്ടാം എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ക്രിസിന്റെ മുന്നിൽ വീണ്ടും ബ്രയാൻ ഇങ്ങനെ വരുന്നു. പെട്ടെന്ന് ബ്രയാനെ ഷൂട്ട് ചെയ്ത് താഴെക്കിടും. എന്നിട്ട് ക്രിസ് നേരെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ബ്രയാൻ മരിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഒരു കമ്പി എടുത്ത് ക്രിസിന്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് പല രീതിയിലും ക്രിസിനെ കൊല്ലാൻ വേണ്ടി അവന്റെ ദേഹം മുഴുവനായിട്ട് ഇങ്ങനെ കീറുമ്പോഴത്തേക്കും ക്രിസ് എന്താ ചെയ്യുന്ന വെച്ചാല് ബ്രയാന്റെ ആ ഒരു മാസ്ക് ഉണ്ടല്ലോ അത് വലിച്ചു വരുമ്പോഴത്തേക്കാണ് ബ്രയാൻ ഇവനെ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുന്നത്. കാരണം ആ ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവർ മറ്റുള്ളവരെ കൊല്ലത്തുള്ളൂ. അതേസമയം ഇവിടെ നമ്മുടെ സ്കോട്ട് ഇപ്പോഴും നിന്നിട്ടില്ല. അവൻ ആ ഒരു പെട്രോൾ ഒഴിച്ചിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഒരിടത്തേക്ക് നിന്ന് തന്റെ കയ്യിലുള്ള ആ ഒരു ലൈറ്റർ എടുത്ത് ഇത് കത്തിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും കറക്റ്റ് സമയം നോക്കി ആ ഒരു ലൈറ്ററും കത്തത്തില്ല. ഇത് ഏത് കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് അറിയത്തില്ല, വെറുതെ കാശ് പോയി. അങ്ങനെ നമ്മുടെ സ്കോട്ട് അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ പുറകെ ആ ഒരു സ്കെയർ ക്രൗ വന്ന് അവനെ വലിച്ച് താഴേക്കിട്ട് വലിച്ചെടുത്തോണ്ട് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ആ ഒരു ചോളപ്പാടത്തിന്റെ നടുവിലേക്ക് കൊണ്ടിടുമ്പോൾ നമ്മുടെ ക്രിസിനെ അവിടെ കെട്ടിയിട്ട് ആ ഒരു സ്കെയർ ക്രൗ അവൻ ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ സ്കോട്ട് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്. അന്ന് ഇവിടെ ആ ഒരു സഹോദരൻ കൊന്ന് അലക്സ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ ഇവിടെ കെട്ടിയിട്ടിരുന്നല്ലോ, അവന്റെ ആത്മാവാണ് പ്രതികാരം തീർക്കാൻ കഴിയാതെ ഈ ചോളപ്പാടത്ത് അവന്റെ ആത്മാവ് കുടുങ്ങിപ്പോയത്. അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് വരുന്നവരെല്ലാവരെയും അവൻ കൊല്ലുന്നതും ഇതിന് വെളിയിലേക്ക് പോകാനായിട്ട് അവനെ കൊണ്ട് കഴിയാത്തതും. അതുപോലെ അന്ന് ആ ഒരു സഹോദരനെ കൊന്ന ആ ഒരു ആയുധം അതെടുത്ത് സ്കോട്ട് ഇപ്പൊ ആ ഒരു സ്കെയർ ക്രൗവിനെ അറ്റാക്ക് ചെയ്യുന്നതും നമ്മുടെ ക്രിസ് ഉണ്ടല്ലോ അവൻ മരിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു സ്കെയർ ക്രൗവിനെ പിടിച്ചു വെച്ചിട്ട് സ്കോട്ടിനോട് അവിടെ നിന്ന് ഓടാൻ പറയും. സ്കോട്ടാണെങ്കിലും ഒരു വിധത്തിൽ അവിടെ നിന്ന് വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്രിസിനെ ആ ഒരു സ്കെയർ ക്രൗ കൊന്നിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ സ്കോട്ട് ഈ ഒരു ചോളപ്പാടത്തിന് വെളിയിലേക്ക് വന്നു. എന്നിട്ട് ഇഴഞ്ഞെഴിഞ്ഞ് ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടേക്ക് ഇപ്പോൾ മറ്റൊരു വണ്ടി വന്നേക്കാണ്. അതിന്റെ വെളിച്ചം അവൻ കാണുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു വണ്ടിയിൽ വന്നവരാണെങ്കിലും ഇവരുടെ ആ ഒരു വണ്ടി ഉണ്ടല്ലോ അത് നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ ആ ഒരു സ്കെയർ ക്രൗ അവിടേക്ക് വന്നിട്ട് അവരിങ്ങനെ നോക്കുന്നു. അപ്പോഴേക്കും അവരാണെങ്കിലോ ടോർച്ച് അടിച്ച അവസാനം നമ്മുടെ സ്കോട്ടിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് സ്കോട്ടിന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കും സ്കോട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇതിനകത്തേക്ക് വരരുത് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്കോട്ടിനെ കൊണ്ട് അത് കഴിയുന്നില്ല. അവിടെ വെച്ച് ഈ ഒരു മൂവിയും അവസാനിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവരകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു സ്കെയർ ക്രൗ ഇവരെയും കൊല്ലും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോട്ടിനെ അവർ രക്ഷിക്കും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.